എല്ലാവർക്കും സിനിമാ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന സിനിമയ്ക്ക് ഒരു വമ്പൻ പ്രത്യേകതയുണ്ട്. അത് ആ സിനിമയുടെ കഥയിലോ ട്വിസ്റ്റിലോ ഒന്നുമല്ല, ആ സിനിമ എടുത്തു വെച്ചിരിക്കുന്ന രീതിയിലാണ്. സംഭവം സാധാരണ കണ്ടുവരാറുള്ള ടിപ്പിക്കൽ ക്രൈം ഡ്രാമ ത്രില്ലറൊക്കെ തന്നെയാണ്. പക്ഷെ സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു വമ്പൻ സാധനം ഇവർ തരുന്നുണ്ട്. അത് ആ സിനിമയുടെ മേക്കിംഗ് ആണ്. സത്യം പറഞ്ഞാൽ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് കൂട്ടിയിട്ടുള്ള സംഭവമൊന്നും ഇല്ലാട്ടാ. ആ സിനിമ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇപ്പം നമ്മൾ പലരും നോൺ ലീനിയർ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിലുണ്ട് നോൺ ലീനിയറൊക്കെ. പക്ഷേ ആ നോൺ ലീനിയറിൽ എന്തൊക്കെ പുതുമ കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് തോന്നത്തേ ഇല്ല ഇതൊരു നോൺ ലീനിയർ സിനിമയാണെന്ന്. പക്ഷേ എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. ഞാനിതെങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരിക? ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഞാൻ പറഞ്ഞു നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് കണ്ടാൽ വളരെ നന്നായിരിക്കും. കാരണം പ്രസൻറ്റും പാസ്റ്റും ഒക്കെ കൂടെ കൂട്ടിക്കുഴച്ചിട്ടുള്ള ഒരു സിനിമയാണ്. വലിയ വലിയ ആംഡ് റോബറീസ് നടത്തുന്ന വലിയൊരു ഗ്രൂപ്പ്, വലിയൊരു ഗ്യാങ്, അവരെ പിടിക്കാൻ പോകുന്ന നമ്മുടെ നായിക. ഇത്ര മാത്രമേ സിനിമയെക്കുറിച്ച് ഞാൻ ഇപ്പം പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾ കണ്ടറിയാം. അപ്പോൾ സിനിമയുടെ പേര് ദി ഡിസ്ട്രോയർ. 2018 റിലീസ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. ഒരു എമർജൻസി മെസ്സേജ് കേട്ടോണ്ടാണ് കഥയിലെ പ്രധാന കഥാപാത്രം എഴുന്നേൽക്കുന്നത്. ഡിറ്റക്റ്റീവ് ബെൽ ഒരു മേഡറാണ് എമർജൻസി മെസ്സേജിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മേഡർ നടന്നിട്ടുള്ള സ്ഥലത്തിന്റെ തൊട്ടടുത്താണ് ബെല്ലുള്ളത്. പക്ഷെ അവളാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ അല്ല. ആടിയിട്ടാണ് ക്രൈം സീനിലോട്ട് വരുന്നത്. ബെല്ലെടുത്തിട്ടുള്ള ചില തീരുമാനങ്ങൾ കാരണം കുടിച്ചില്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവള്. അങ്ങനെ ക്രൈം സീനിലെത്തി. വരുന്നുണ്ട് പണ്ടാരടങ്ങാൻ എന്നൊക്കെയാണ് ബാക്കിയുള്ള പോലീസുകാർ പറയുന്നത്. ബെല്ലിന്റെ ക്യാരക്ടറും പിന്നെ കുടിക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട് അവർക്കാർക്കും ബെല്ലിന് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ബെല്ല് ബോഡി മൊത്തത്തിൽ എക്സാമിൻ ചെയ്യുന്നു. കമിഴ്ന്നിട്ടാണ് ബോഡി കിടക്കുന്നത്. മൊട്ടയടിച്ചിട്ടുള്ള ഒരാളാണ്. അയാളുടെ ഐഡിയോ ലൈസൻസോ ഒന്നുമില്ല. ദേ ഈ കാണുന്ന ഗണ്ണുകൊണ്ടാണ് പുള്ളിക്കാരനെ കൊന്നിരിക്കുന്നത്. അതും ഏകദേശം 3 പ്രാവശ്യം വെടിവെച്ചിട്ടുണ്ട്. എന്നാൽ ഈ തോക്കിന് സീരിയൽ നമ്പറും ഇല്ല, ഫിംഗർ പ്രിന്റും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ഗണ്ണുകൊണ്ട് ഒരു തേങ്ങയും തെളിയിക്കാൻ പറ്റില്ല എന്നർത്ഥം. എന്നാൽ അപ്പോഴാണ് ക്രൈം സീനിൽ നിന്ന് കുറച്ച് നോട്ടുകൾ കിട്ടുന്നത്. അതും പൊട്ടിത്തെറിച്ച ഡൈപ്പാക്കുള്ള ഒരു നോട്ട്. അതിൻ്റെ മേളിലുള്ള ആ വയലറ്റ് കളർ കണ്ടില്ലേ, അതാണ് ഈ ഡൈപ്പാക്ക് എന്ന് പറയുന്നത്. നമ്മൾ കെട്ടുകണക്കിന് പൈസ സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ മേളിൽ വെക്കുന്ന ഒരു കളർ ബോംബാണ് ഡൈപ്പാക്ക്. എങ്ങാനും കള്ളന്മാരി നോട്ട് കെട്ടുകൾ എടുക്കാൻ നോക്കിയാൽ അതങ്ങ് പൊട്ടുകയും ചെയ്യും, അവരുടെ കണ്ണിലൊക്കെ ആവുകയും ചെയ്യും. ഈ കളർ ബോംബിന് പറയുന്ന പേരാണ് ഡൈപ്പാക്ക്. എന്നാൽ ഈ ഡൈപ്പാക്ക് കണ്ടേക്ക് തൻ്റെ കഴിഞ്ഞ കാലമാണ് ബെല്ലിന് ഓർമ്മ വരുന്നത്. പക്ഷേ ഇതൊന്നുമല്ല കേസിലെ ഹൈലൈറ്റ്. മരിച്ച ആളുടെ പെരടിയിലായിട്ട് ഒരു സിമ്പിളുണ്ട്, ഒരു 3 ഡോട്ട്. അത് കണ്ടേക്ക് ബെല്ല് ഉറപ്പിച്ചു ഇത് അവളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. അതെന്തുകൊണ്ടാണെന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ഈ മേഡർ നടത്തിയവരെ എനിക്കറിയാൻ തോന്നുന്നു എന്നും പറഞ്ഞ് ബെല്ല് തിരിച്ച് കാറിൽ കയറുന്നു. ഒരു പാലത്തിൻ്റെ അടിയിലാണ് പുള്ളിക്കാരി. അങ്ങനെ അവിടെ വെച്ച് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. ഇവളുടെ ഇല്ലാണ്ടായ ലൈഫ് കാരണം പുള്ളിക്കാരത്തി അങ്ങനെ വീട്ടിലോട്ടൊന്നും പോകാറില്ല. ഒന്നില്ലെങ്കിൽ കാറിൽ കിടന്നുറങ്ങും, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ കിടക്കും. ഇവൾക്ക് സ്വന്തമായിട്ടൊരു കത്ത് വരുന്നുണ്ടെങ്കിൽ അതടക്കം സ്റ്റേഷനിൽ അഡ്രസ്സിലാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കൊറിയർ വരുന്നത്. നോക്കുമ്പോൾ അതിനകത്തും അതേ ഡൈപ്പാക്ക് അടിച്ച നോട്ടായിരുന്നു. വിച്ച് മീൻസ് അവളുടെ പിന്നാലെ ആരൊക്കെയുണ്ട്. പിന്നെ ബെല്ലൊന്നും നോക്കിയില്ല. ആ നോട്ടും കൊണ്ട് നേരെ പോകുന്നത് FBI ഓഫീസിലോട്ടാണ്. അതും അലക്സ് എന്ന ഏജന്റിനെ കാണാൻ. പോകുന്ന സമയത്ത് ബെല്ലിന്റെ പെരടി ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടാ. നേരത്തെ കണ്ട അതേ 3 ഡോട്ട് അവളുടെ പെരടിയിലുണ്ട്. എന്നാൽ മാഞ്ഞു പോയ അവസ്ഥയിലായിരുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ബെല്ലിനൊരു മാരക പാസ്റ്റ് ഉണ്ട്. ബെല്ലിൻ്റെ കോലം കണ്ടിട്ടാകെ ഞെട്ടിയിരിക്കുകയാണ് അലക്സ്. അത്രയും ഷോക്ക് അവസ്ഥയിലാണ് ബെല്ല് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കോലുമില്ലാതെ എപ്പോൾ നോക്കിയാലും കുടിച്ചോണ്ട്. അങ്ങനെ ബെല്ല് പറയാണ്, അലക്സ്, സൈലസ് ഈസ് ബാക്ക്. സൈലസോ? 17 വർഷമായില്ലേ അവനെ കാണാണ്ടായിട്ട്. പെട്ടെന്ന് എന്തിനാ അവൻ തിരിച്ചു വരുന്നത്? ഒന്നില്ലെങ്കിൽ ആദ്യം മുതൽ തുടങ്ങാനായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ തുടങ്ങി വെച്ചത് അവസാനിപ്പിക്കാനായിരിക്കും എന്നും പറഞ്ഞാൽ നോട്ടങ്ങ് കൊടുക്കുന്നു. എന്നിട്ട് ആ നോട്ടും 17 വർഷം മുമ്പുള്ളൊരു നോട്ടും തമ്മിൽ മാച്ചിങ് ആണോ എന്ന് നോക്കുമ്പോൾ നോട്ട് മുതൽ അതിൻ്റെ മുകളിലുള്ള ഡൈപ്പാക്ക് വരെ പക്കാ സെയിം ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലക്സ് ക്രിസ് എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് സംസാരിക്കുന്നത്. നിന്നെയും ക്രിസിനെയും പെട്ടെന്ന് അത്രയും വലിയൊരു മിഷന് വിടാൻ പാടില്ലായിരുന്നു. ഇതൊക്കെ കേട്ടിട്ടൊന്നും മിണ്ടാൻ കിട്ടുന്നില്ല ബെല്ലിന്. അത് മാത്രമല്ല, അലക്സ് കുറേ ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് ഈ നോട്ട് കിട്ടിയെന്ന്. പക്ഷെ അവൾ പറഞ്ഞു കൊടുക്കുന്നില്ല. അങ്ങനെ ബെല്ല് തിരിച്ചു പോകുന്നു. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ ക്രിസിനെ കുറിച്ച് ആലോചിക്കുന്നത്. ക്രിസും ഇവളെപ്പോലെ തന്നെ ഒരു പോലീസാണ്. ദേ ഇതാണിട്ട ബെല്ലിൻ്റെ പഴയ ലുക്ക്. കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കോലം ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ ബെല്ലും ക്രിസും കൂടെ പുതിയൊരു ഐഡന്റിറ്റി സ്വീകരിച്ച് വലിയൊരു മിഷന് വേണ്ടി തയ്യാറാവുന്നു. പുതിയ ഐഡന്റിറ്റി അനുസരിച്ച് ഇവർ ലവേഴ്സാണ് കേട്ടാ. അങ്ങനെ അവിടെ വെച്ച് പാസ്റ്റ് കട്ടായിട്ട് പിന്നെയും പ്രസന്റിലോട്ട് പോകുന്നു. അങ്ങനെ ബെല്ല് നേരെ പോകുന്നത് ടേസ് എന്ന് പറയുന്ന വലിയൊരു വെപ്പൺ ഡീലറിൻ്റെ അടുത്തോട്ടാണ്. പുള്ളിക്കാരനും ചില പോലീസുകാരും തമ്മിൽ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കൈക്കൂലിയാണ് കേട്ടാ, മറ്റേതല്ല. നമ്മുടെ ബെല്ലിനുണ്ട് ഇവനുമായിട്ടൊരു കണക്ഷൻ. ഇവന്റെ പ്രധാന പരിപാടി എന്താന്ന് വെച്ചാൽ ഒരു രേഖയില്ലാണ്ട് ഒരു സ്പെയർ പാർട്ടും ഇല്ലാണ്ട് തോക്കുകൾ സെല്ല് ചെയ്യുക. ഹൈ ടേസ്, ഒരു പ്രശ്നമുണ്ടല്ലോ. ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. വെടിയിട്ടിട്ടാണ് മരിച്ചിട്ടുള്ളത്. പക്ഷെ ആ ഗണ്ണിനാണെങ്കിൽ സ്പെയർ പാർട്ടും ഇല്ല, സീരിയൽ നമ്പറും ഇല്ല. സോ ഗണ്ണ് എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് ഞാനായിട്ട് പറയണ്ടല്ലോ.
സോ നീ ആർക്കാണ് ഗണ്ണ് വിറ്റേന്നുള്ളത് പറഞ്ഞേ പറ്റുള്ളൂ. ഇനിയും നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിന്റെ ഗണ്ണ് വാങ്ങിയവന്മാർക്ക് പെരടിയിലായിട്ട് ഒരു സിമ്പിൾ ഉണ്ടാവും 3 ഡോട്ട്. എന്നാൽ ടാസ് അറിയില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല ടാസിന്റെ കസ്റ്റമേഴ്സിനെ അവനായിട്ട് ഒറ്റിക്കൊടുക്കൂലല്ലോ. അങ്ങനെ ഒറ്റിക്കൊടുത്താൽ അത് ഇവന്റെ ബിസിനസ്സിനെ നന്നായി ബാധിക്കും. എന്തായാലും പേര് പറയില്ല എന്ന് ഉറപ്പായപ്പോൾ അവൻ വിൽക്കാൻ വെച്ചിരുന്ന ഒരു ബാഗും കൊണ്ട് അങ്ങ് പോവുകയാണ് ബെല്ല്. ഡേയ് ഇത് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന്റെ പേര് മെസ്സേജ് അയക്കാൻ നോക്ക് എന്നും പറഞ്ഞ് അവള് പോകുന്നു. ടേസ് ആണെങ്കിൽ ഇതൊക്കെ കണ്ട് ഭ്രാന്ത് കയറിയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബെല്ല് ടോബിയെ കാണാൻ പോകുന്നത്. ഈ ടോബി എന്ന് പറയുന്ന ആള് ജയിലിലായിരുന്നു, അതും വലിയൊരു ക്രൈമിന്. പക്ഷെ അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ മോശമായതുകൊണ്ട് അനുകമ്പയുടെ പേരിൽ വെറുതെ വിട്ടിട്ടുണ്ട്. ഇനി ആരാണ് ഈ ടോബി എന്നുള്ള അറിയണ്ടേ? അതിനായിട്ട് കുറച്ച് പുറകോട്ട് പോവാം, അതായത് പാസ്റ്റിലേക്ക്. അലക്സും ബാക്കിയുള്ള ഏജന്റുമാരും കൂടെ വലിയൊരു ഗ്യാങ്ങിനെ പിടിക്കാൻ നോക്കുകയാണ്. ആംഡ് റോബറിക്ക് പേര് കേട്ട വലിയൊരു ഗ്യാങ്ങിനെ. പക്ഷെ അങ്ങനെ നേരിട്ട് പിടിക്കാനുള്ള തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. സോ ഇവന്മാരൊരു അണ്ടർ കവർ ഏജന്റിനെ സെറ്റാക്കുന്നു. ആ ഏജന്റാണ് സാക്ഷാൽ ക്രിസ്. അവനെ സഹായിക്കാനായിട്ട് നമ്മുടെ ബെല്ലും. അങ്ങനെ പോലീസുകാർക്ക് ഇൻഫോർമേഷൻ കൊടുക്കുന്ന ഒരാളുടെ കസിൻ ഉണ്ട്. പുള്ളിക്കാരൻ ഈ ഗ്യാങ്ങിലെ പ്രധാന മെമ്പറാണ്. അവനാണ് ബെല്ലിപ്പോൾ കാണാൻ പോകുന്ന ടോബി. അങ്ങനെ ടോബി ക്രിസിനെയും ബെല്ലിനെയും കൊണ്ട് പോകുന്നത് ഹെറോയിനും കൊക്കൈനും മദ്യവും സെക്സും എന്ന് വേണ്ട സകലമാന വൃത്തികേടുകളുള്ള മാരക പാർട്ടിയിലോട്ടാണ്. അവിടെയാണ് ഇവരെല്ലാവരും പേടിക്കുന്ന ഇവരുടെ ബോസായ സൈലസ് ഉള്ളത്. ഈ സൈലസിനെ കുറിച്ചാണ് നേരത്തെ അലക്സും ബെല്ലും ചർച്ച ചെയ്തിരുന്നത്. അങ്ങനെ അവിടെ വെച്ച് പാസ്റ്റ് കട്ടായിട്ട് പിന്നെയും പ്രസന്റിലോട്ട് വരുന്നു. ബെല്ല് ടോബിയുടെ വീട്ടിലെത്തി. പക്ഷെ ടോബിയുടെ കണ്ടീഷൻ വളരെയധികം മോശമായിരുന്നു. ഈ മാരക കണ്ടീഷന് കാരണം വേറെ ആരുമല്ല, ബെല്ല് തന്നെയാണ് ട്ടാ. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ടോബി സൈലസ് ഈസ് ബാക്ക് എന്നും പറഞ്ഞ് മറ്റേ നോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സൈലസ് തിരിച്ചു വന്നതിന് എനിക്കൊരു പേടിയുമില്ല. എനിക്കെന്തായാലും കുറച്ച് മാസങ്ങളിലൂടെ ആയുസുള്ളൂ. അതിനു മുമ്പായിട്ട് ചത്താലും എനിക്കൊരു തേങ്ങയില്ല. എൻ്റെ ഈ കണ്ടീഷന് കാരണം തന്നെ നീയാ. ബാങ്ക് കൊള്ളയടിക്കുന്ന നിന്നെപ്പോലെയുള്ളവരെ ഞാൻ എന്ത് ചെയ്യാനാ? ബെൽ നീ പോവാൻ നോക്ക്. സൈലസിനെ നിനക്കൊരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഇത് കേട്ടേക്ക് ബെല്ല് പോവാൻ നിൽക്കുന്നു. എന്നാൽ അപ്പോഴാണ് ടോബി മറ്റൊരു ഓഫർ കൊടുക്കുന്നത്. ഇങ്ങർക്ക് സൈലസ് എവിടെയെന്നറിയില്ല, പക്ഷെ ഇവരുടെ ഗാങ്ങിലെ മറ്റൊരു മെമ്പറായ അർട്ടൂർ എവിടെയുണ്ടെന്ന് ഇങ്ങർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എല്ലാത്തിനും ഒരു വിലയുണ്ടല്ലോ. സോ അർട്ടൂർ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ബെല്ലിങ്ങർക്ക് ഹാൻഡ് ജോബ് ചെയ്തു കൊടുക്കണം എന്നാണ് പറയുന്നത്. ബെല്ലിന് വേറെ ഓപ്ഷൻ ഇല്ല. സൈലസിനോടാണെങ്കിൽ തീർത്താ തീരാത്ത പകയുണ്ട്. പിന്നെ ഇവള് കാരണമാണ് ടോബി ഇങ്ങനെയായി തീർന്നത്. സോ ആ ഇൻഫോർമേഷൻ കിട്ടാൻ അതങ്ങ് ചെയ്തു കൊടുക്കുന്നു, അത്രയും വെറുപ്പോടെയും അറുപ്പോടെയും. അങ്ങനെ അവസാനം അർട്ടൂറോട് അഡ്രസ്സ് കിട്ടി. പുള്ളിക്കാരനിപ്പോൾ അങ്ങനെ പുറത്തിറങ്ങാറില്ല. ഇമിഗ്രൻസിന് ലീഗൽ അഡ്വൈസ് കൊടുക്കലാണ് ഇപ്പോഴത്തെ പരിപാടി. അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ബെല്ല്. അപ്പോഴാണ് അർട്ടൂറോനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങുന്നത്. ഗ്രൂപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അർട്ടൂറോ. അത് മാത്രമല്ല കുറച്ച് പാവാണ് പുള്ളിക്കാരൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബോറടിച്ച സൈലസ് അർട്ടൂറോക്ക് ഒരു ഗണ്ണങ്ങ് ഇട്ട് കൊടുക്കുന്നത്. അതിനകത്ത് ബുള്ളറ്റ് ഉണ്ടോ ഇല്ലയെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ആ ഗണ്ണ് തലയ്ക്ക് വെച്ച് ട്രിഗർ വലിക്കാൻ പറയുന്നു. ടോട്ടൽ 6 റൗണ്ട്സ് ഉണ്ട്. അതിലേതിലാണ് ബുള്ളറ്റ് ഉള്ളതെന്നൊന്നും ആർക്കും അറിയില്ല. സോ ഒന്നില്ലെങ്കിൽ മരണം, അല്ലാന്നുണ്ടെങ്കിൽ ലക്ക്. ഇനിയിപ്പോൾ ആ ഗണ്ണും വെച്ച് ട്രിഗർ വലിച്ചില്ല എന്ന് വിചാരിച്ചോ, അപ്പോഴും ഒരു കാര്യമില്ല. സൈലസ് പറഞ്ഞേ ചെയ്തില്ലെങ്കിൽ അവൻ ഇവനെ കൊല്ലും. ചുരുക്കി പറഞ്ഞാൽ സൈലസിനൊരു എൻ്റർടൈൻമെൻറ്റ് അത്രയേ ഉള്ളൂ. അങ്ങനെ പേടിച്ച് അർട്ടൂറോ ഗണ്ണങ്ങ് തലയ്ക്ക് വെക്കുന്നു. അതെല്ലാം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ക്രിസും ബെല്ലും ടോബിയും പിന്നെ ബാക്കിയുള്ള പിള്ളേരൊക്കെ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അർട്ടൂറോ ട്രിഗർ അങ്ങ് വലിക്കുന്നു. എന്തോ ഒരു ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. അർട്ടൂറോയാണെങ്കിൽ ആകെ പേടിച്ച് കുറച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ്. സൈലസ് ആണേലോ ഇരുന്ന് ചിരിക്കുക. അങ്ങനെ അവിടെ വെച്ച് പാസ്റ്റ് ഔട്ടായിട്ട് പിന്നെയും പ്രസന്റിലോട്ട് വരുന്നു. അങ്ങനെ ഈ സമയത്താണ് ബെല്ലിനൊരു കോള് വരുന്നത്. സംഭവം വേറെ ഒന്നുമില്ല, ഇവൾക്കൊരു മകളുണ്ട് ഷെൽബി. 16 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷേ ഏതോ ചെറുക്കനായിട്ട് ഇപ്പോൾ ബാറിലിരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട ഏതമ്മയ്ക്കാണ് സഹിക്കുക. സോ അർട്ടൂറോടെ പിന്നാലെ പോവാണ്ട് നേരെ അങ്ങോട്ട് പോകുന്നു. ഷെൽബി ആണെങ്കിൽ അമ്മേനെ കണ്ടിട്ട് ഒരു വിലയും കൊടുക്കുന്നില്ല. ബോയ് ഫ്രണ്ടായ ജയുടെ കൂടെ അറമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന് ഷെൽബിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. ഷെൽബി ഇങ്ങനെയാവാൻ കാരണം ആൽക്കഹോളിക് ആയിട്ടുള്ള ബെല്ല് തന്നെയാണ്. മകളെ മര്യാദക്ക് നോക്കിയാലല്ലേ മകൾക്ക് അമ്മയെന്ന് വിളിക്കാൻ പറ്റൂ. അങ്ങനെ ബാറിൽ പോയിട്ട് വൻ അലമ്പാക്കാണ് ബെല്ല്. പക്ഷെ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ഷെൽബി ജയുടെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോകുന്നു. അന്ന് രാത്രി പുള്ളിക്കാരത്തിയാണെങ്കിൽ ആകെ കയ്യിൽ പോയിട്ടാണ് കാർ ഓടിക്കുന്നത്. ആ സമയത്താണ് ഇവളുടെ അസിസ്റ്റന്റ് അഥവാ പാർട്ട്ണർ ഇവൾക്ക് മെസ്സേജ് അയക്കുന്നത്. ഈ പാർട്ട്ണറിന്റെ പേരാണ് ആന്റോണിയോ. സ്റ്റേഷനിൽ നിന്ന് രാവിലെ ഇറങ്ങിയിട്ടുള്ളതാണ്. സോ എവിടെ എന്താ എന്നൊക്കെ ചോദിച്ചിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. പക്ഷെ ഇവളാണെങ്കിൽ റിപ്ലൈ കൊടുക്കുന്നില്ല കേട്ടാ. കാരണം ഈ ഒരു കേസ് അവൾക്ക് ഒറ്റയ്ക്ക് തീർപ്പാക്കണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ എക്സ് ഹസ്ബൻഡായ ഈത്തനെ കാണാൻ പോകുന്നു. ഈത്തൻക്കാണ് മകളുടെ കസ്റ്റഡി. ഇപ്പോൾ കോർട്ട് ആരുടെ കൂടെയാണ് മകൾക്ക് ജീവിക്കാൻ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഷെൽബി അച്ഛനെയാണ് ചൂസ് ചെയ്തത്. പക്ഷെ അയാൾ പറഞ്ഞാലൊന്നും ഷെൽബി കേൾക്കാൻ പോകുന്നില്ല. ഈത്തൻ അവളുടെ കാര്യം നീ നോക്കണം, എനിക്ക് അല്ലെങ്കിൽ തന്നെ ഒരു കേസുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവളുടെ കാര്യം നോക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. മകളുടെ അമ്മയുടെ ഇടയിൽ വീർപ്പ് മുട്ടുന്നൊരു മനുഷ്യനാണ് ഈത്തൻ. അങ്ങനെ ബെല്ല് ഷെൽബീനെ പിന്നെ നേരിട്ട് കാണുന്നു. എന്നാൽ ഷെൽബി ആണേലോ പിന്നെയും ജെയിനെയും കൊണ്ടാണ് വരുന്നത്. അവനാണെങ്കിൽ കള്ളും കഞ്ചാവൊക്കെ ആയിട്ട് നടക്കുന്നൊരു മനുഷ്യൻ. ഈ ജെയിനെ കണ്ടതോടുകൂടെ ബെല്ലിന്റെ മൂടങ്ങ് പോകുന്നു, തല്ലാവുന്നു, തിരിച്ചു പോകുന്നു. അങ്ങനെ ബെല്ല് അടുത്തതായിട്ട് പോകുന്നത് അർട്ടൂറോനെ കാണാനാണ്. പുള്ളിക്കാരനൊരു ചർച്ചിലിരുന്നുകൊണ്ടാണ് ഇമിഗ്രൻസിന് ലീഗൽ അഡ്വൈസ് കൊടുക്കുന്നത്.
പക്ഷെ അങ്ങോട്ട് കയറി ചെന്ന് അർട്ടൂറോനെ കാണണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കൂല. അവൻക്കായിട്ട് കുറച്ച് സെക്യൂരിറ്റീസൊക്കെ ഉണ്ട് അവിടെ. സോ ഇവളൊരു കഥയുണ്ടാക്കുന്നു. ഇവളുടെ മക്കളെ നോക്കാൻ നിൽക്കുന്ന ഒരു സ്ത്രീനെ ഗവൺമെൻറ് ഡീപ്പോർട്ട് ചെയ്യാൻ പോകുന്നു, അതിനെപ്പറ്റി സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അകത്ത് കിടക്കുന്നത്. അങ്ങനെ അർട്ടൂറോ വന്നു. ഇവളുടെ മുഖം കണ്ടേക്ക് പേടിച്ചോടാണ് അർട്ടൂറോ. ബെല്ല് പ്രതികാരത്തിന് വന്നതാവും എന്ന് കരുതിയിട്ട്. അങ്ങനെ വിചാരിക്കാനൊരു കാരണമുണ്ട് കേട്ടാ. പക്ഷേ അറിയാലോ, വഴിയേ മനസ്സിലാവും. അങ്ങനെ അർട്ടൂറോ പേടിച്ചോടുന്നു. ബെല്ലാണെങ്കിൽ പിന്നാലെ തന്നെയുണ്ട്. ബെൽ, എന്നെ ഒന്നും ചെയ്യരുത്. നിന്നെ അറസ്റ്റ് ചെയ്യാനോ കൊല്ലാനോ വന്നതല്ല ഞാൻ. സൈലസ് തിരിച്ചു വന്നിരിക്കുന്നു. അവൻ എവിടെയുണ്ട്? എനിക്കറിയില്ല. സൈലസിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ പോന്നിട്ട് കുറേ കാലമായി. ഇനി എങ്ങാനും അയാളെന്നെ കണ്ട അപ്പം തന്നെ കൊല്ലും. അതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങാത്തത്. നിനക്ക് സൈലസിനെ കണ്ടുപിടിച്ചേ പറ്റൂന്നാണെങ്കിൽ നീ ആദ്യം ഡിഫ്രാങ്കോനെ കാണാൻ നോക്ക്. പുള്ളിക്കാരനൊരു വക്കീലാണ്. അവൻ വഴിയാണ് സൈലസും ഗ്രൂപ്പും കൂടെ മണി ലോണ്ടറിങ് നടത്തുന്നത്. ഈ മണി ലോണ്ടറിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് പെട്ര ഡിഫ്രാങ്കോനെ ഇടയ്ക്ക് കാണാൻ വരും. ഡിഫ്രാങ്കോനെ പിടിച്ചാൽ പെട്രേനെ കിട്ടും, പെട്രേനെ പിടിച്ചാൽ സൈലസിനെയും. പെട്ര ഇപ്പോഴും സൈലസിൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പോഴാണ് പെട്ര ആരാന്നും എന്താണെന്നും കാണിക്കുന്നത്. പുള്ളിക്കാരത്തി പണ്ട് ഇവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളാണ്, സൈലസിൻ്റെ ഗേൾഫ്രണ്ട്. പക്ഷെ അങ്ങേർക്ക് എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയാണ് കേട്ടാ, അത് വേറെ കാര്യം. അതുമാത്രമല്ല, ഈ പെട്ര ഉണ്ടല്ലോ, ഒരു ഒന്നാന്തരം ഡ്രഗ് അഡിക്റ്റ് ആണ്. ഡ്രഗ് കിട്ടിയില്ലെങ്കിൽ ഒരുമാതിരി ഭ്രാന്ത് പോലെയാണ് അവൾക്ക്. അങ്ങനെ പെട്രേനെ പിടിക്കാൻ ബെല്ല് തീരുമാനിച്ചു. പക്ഷെ അതിനു മുമ്പ് ഡിഫ്രാങ്കോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഡിഫ്രാങ്കോനെ കാണാൻ പോകുന്നു. അയാളാണെങ്കിൽ മാരക റിച്ചാണ്. സൈലസിനെ പോലെയുള്ള ക്രിമിനൽസിനെ സംരക്ഷിക്കുന്ന ഒരു വമ്പൻ സ്രാവാണ് ലോയർ ഡിഫ്രാങ്കോ. ഈ ഡിഫ്രാങ്കോ മുഖേനയാണ് സൈലസ് അവർ മോഷ്ടിച്ചെടുക്കുന്ന പൈസ മൊത്തം കൈകാര്യം ചെയ്യുന്നത്. അതും അവരുടെ ലാസ്റ്റ് മോഷണത്തിൻ്റെ പൈസ. ബെൽ, നീ ആരാണെന്നും എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ നഷ്ടങ്ങൾ നീയായിട്ട് വരുത്തി വെച്ചതാണ്. ഒരേ സമയം പോലീസും കള്ളനും കളിക്കാൻ നിന്ന ഇതായിരിക്കും അവരുടെ വിധി. ഡിഫ്രാങ്കോ, അന്ന് കൊള്ളയടിച്ച പൈസ നീയല്ലേ കൈകാര്യം ചെയ്യുന്നത്? ആ പൈസ ഇപ്പോൾ തീരാനായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് സൈലസ് വീണ്ടും കളത്തിലിറങ്ങിയിരിക്കുന്നത്. സോ എവിടെ വെച്ചാണ് നീ അവർക്ക് പൈസ കൈമാറല്? എന്നാൽ ഇത് കേട്ടേക്ക് ഡിഫ്രാങ്കോ ഒന്നും പറയുന്നില്ല എന്ന് മാത്രമല്ല, അവന്റെ ബോഡി ഗാർഡിനെ കൊണ്ട് അടിച്ച് ഇഞ്ച പരിവാക്കാണ് ബെല്ലിനെ. ബെല്ലിന്റെ വയറിലേക്കാണ് ഇടിക്കുന്നത്. അങ്ങനെ ബോഡി ഗാർഡ് അവളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഒരു മാരകിടിയാണ് കിട്ടിയിരിക്കുന്നത്. സോ അവിടെ അങ്ങ് ഛർദ്ദിക്കുന്നു. ഇത് കണ്ടേക്ക് ബോഡി ഗാർഡാണെങ്കിൽ അവളെയും പിടിച്ച് നേരെ ബാത്റൂമിലേക്കാണ് പോകുന്നത്. ആ ഒരു തക്കം നോക്കി സോപ്പിരിക്കുന്ന മരപ്പാത്രം കൊണ്ട് ബോഡി ഗാർഡിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുകയാണ് ബെല്ല്. എന്നിട്ട് ഗണ്ണും കൊണ്ട് നേരെ പോകുന്നത് ഡിഫ്രാങ്കോയുടെ അടുത്തേക്കാണ്. അയാളാണെങ്കിൽ മകനായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അതൊന്നും ബെല്ല് നോക്കുന്നില്ല കേട്ടാ. മകൻ്റെ മുമ്പിൽ വെച്ച് തോക്കുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി വേറെ ഒരു വഴിയുമില്ല. അതുകൊണ്ട് അടുത്തതായിട്ട് മണി ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന ലൊക്കേഷൻ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. ബെൽ, നീ വിചാരിക്കുന്നത് പോലെ സൈലസ് അങ്ങോട്ട് വരാൻ പോകുന്നില്ല. ഓൺലി പെട്ര. പിന്നെ പോരാത്തിന് വെനസ്ഡേ ആണ് മണി ഡ്രോപ്പ് നടക്കാൻ പോകുന്നത്. വെനസ്ഡേ അല്ല, നാളെ തന്നെ പൈസ കൈമാറണം. അത് ഞാൻ റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. സോ എന്തേലും കണ്ണന്തിരി ഇടയിൽ കാണിക്കാൻ നിന്ന നിന്നെക്കുറിച്ചുള്ള ഫുൾ ഇൻഫർമേഷൻ FBI പോകും എന്നും പറഞ്ഞ് ബെല്ലങ്ങ് പോകുന്നു. പക്ഷെ വയറിലേക്ക് കിട്ടിയിട്ടുള്ള അടി അതൊരു 1.5 അടിയാണ്. അതുകൊണ്ട് അവളുടെ കണ്ടീഷൻ വളരെ മോശമാണ്. റൂമിലേക്ക് എത്തിയ പാടങ്ങ് ബോധം കെട്ട് വീഴുകയാണ് ബെല്ല്. പക്ഷെ ആ സമയത്തും സൈലസിൻ്റെ മുഖമാണ് താൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാവിലെയായി. അപ്പോഴാണ് അടുത്ത പൊല്ലാപ്പ്. ഷെൽബി ജേനയും കൊണ്ട് ഏതോ ക്ലബ്ബിൽ കയറിയിട്ട് അടിയാക്കിയിട്ടുണ്ട്. ഇവളുടെ ഈ ഒരു പോക്ക് കണ്ട് ഭ്രാന്ത് കയറുകയാണ് ബെല്ലിന്. അത് മാത്രമല്ല, ഹോസ്പിറ്റലിൽ ചെയ്യുമുണ്ട്. അതോടെ കണ്ടേക്ക് ഭ്രാന്ത് അങ്ങ് ഡബിൾ ആവുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് അവളുടെ പാർട്ട്ണറായ എൻറ്റോണിയോ കാണാൻ വരുന്നത്. ഇവളെ വിളിച്ചിട്ട് കിട്ടാണ്ട് തെരഞ്ഞു വന്നിട്ടുള്ളതാണ് എൻറ്റോണിയോ. ബെൽ, നീ എന്താണ് ഈ കാണിക്കുന്നത്? എന്തിനാണ് ടെസ്സിൻ്റെ കയ്യിൽ നിന്ന് തോക്കുകൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ളത്? എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. പക്ഷെ ഇപ്പോഴല്ല. പിന്നെ നിനക്ക് വേണ്ടി കുറേ കാര്യങ്ങൾക്ക് ഞാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള കാര്യമാണ് എന്നും പറഞ്ഞ് ബെല്ലങ്ങ് പോകുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. മണി ഡ്രോപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഡിഫ്രാങ്കോ. അവനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബെല്ല്. അങ്ങനെ അങ്ങോട്ടതാ ഡ്രഗ്സ് അടിച്ച് കിറങ്ങിയ പെട്ര വരുന്നു ക്യാഷ് വാങ്ങാനായിട്ട്. ഇവൾക്കാണെങ്കിൽ ഒരു ബോധവുമില്ല, കിളി പോയിട്ടാണ് നടക്കുന്നത്. അങ്ങനെ പെട്ര ക്യാഷും കൊണ്ട് പോകുന്നു. അവളെ ഫോളോ ചെയ്യാണ് ബെല്ല്. അപ്പോഴാണ് പെട്രേനെ കുറിച്ചുള്ള ഒരു പാസ്റ്റ് കാണിക്കുന്നത്. സൈലസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് പെട്ര. അതിപ്പോൾ ഡ്രഗ്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, സെക്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഇൻഫോർമേഷൻ്റെ കാര്യത്തിലായിക്കോട്ടെ. അങ്ങനെ പെട്ര സൈലസിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നു. ഒരു ഹ്യൂജ് എമൗണ്ടിനെ പറ്റിയാണ് പറയുന്നത്. വിച്ച് മീൻസ് മോഷണം എപ്പോൾ വേണേലും നടക്കാം. ഇതെല്ലാം ഒളിഞ്ഞിരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ് ബെല്ല്. അവൾ അപ്പം തന്നെ നൈസായിട്ട് ക്രിസിനോട് കാര്യം പറയുന്നു. അത് മാത്രമല്ല, ഈ ഒരു സമയങ്ങളിലാണ് ക്രിസും ബെല്ലും ഇഷ്ടത്തിലാവുന്നത്. അങ്ങനെ അവിടെ വെച്ച് പാസ്റ്റ് കട്ടായിട്ട് പിന്നെയും പ്രസൻറ്റിലോട്ട് വരുന്നു. പെട്രേനെ സ്റ്റിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബെല്ല്. അങ്ങനെ പെട്ര പോകുന്നത് ഒരു ബാങ്കിൻ്റെ ഫ്രണ്ടിലോട്ടാണ്. അവിടെയാണെങ്കിൽ ഒരു വാനും ഉണ്ട് കേട്ടാ. ബെല്ല് നോക്കുമ്പോൾ ആ വാനകത്തുനിന്ന് ഒരു റോബറിക്ക് പ്രിപ്പയർ ആയിട്ട് കുറച്ച് പേര് ഇറങ്ങുന്നു. സോ ഇവന്മാർ 17 വർഷങ്ങൾക്ക് ശേഷം പിന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അന്നടിച്ചു മാറ്റിയ പൈസ തീരാനായി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ബെല്ല്. അങ്ങനെ മാസ്കും വെച്ച് ഗണ്ണും കൊണ്ട് അകത്ത് കിടക്കുന്നു. അതിലത്തെ ഒരുത്തൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടേക്കെന്നെ ബെല്ലിന് മനസ്സിലായി. അവനാണ് ഇവൾ ഇത്രയും നേരം കാത്തിരുന്ന സൈലസ് എന്നുള്ളത്. അങ്ങനെ അവർ ബാങ്കിൻ്റെ അകത്ത് കിടക്കുന്നു.
ബെല്ലാണെങ്കിൽ വേഗം തന്നെ സ്റ്റേഷനിലോട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഒറ്റയ്ക്ക് ഗണ്ണും കൊണ്ടങ്ങ് ഇറങ്ങുകയാണ് ബെല്ല്. ഇവള് നൈസായിട്ട് സൗണ്ടൊന്നും ഉണ്ടാക്കാണ്ട് ബാങ്കിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. ഇവള് നോക്കുമ്പോണ്ട് ആൾക്കാരിട്ട് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സൈലസും കൂട്ടരും. അപ്പോഴാണ് 2 പോലീസുകാർ വരുന്നത്. സോ ഇവർ 3 പേരും കൂടെ അകത്ത് കിടക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അങ്ങ് അകത്ത് കിടക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരാണെങ്കിൽ 5-6 പേരുണ്ട്. പക്ഷെ നമ്മുടെ പിള്ളേർ പിടിച്ചു നിൽക്കാന്ന് മാത്രമല്ല ഒരുത്തനിട്ട് അങ്ങ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് ബെല്ലിൻ്റെ കൂടെ വന്ന പോലീസുകാരന് ഒരു ബുള്ളറ്റ് കിട്ടുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബെല്ല് റീലോഡ് ചെയ്യുന്നത്. ആ ഒരു തക്കം നോക്കി ബാക്ക് ഡോർ വഴി രക്ഷപ്പെടുകയാണ് സൈലസും ഗാങ്ങും. ഇത് കണ്ടേക്ക് ബെല്ലാണെങ്കിൽ വേഗം പുറത്തേക്ക് പോകുന്നു. എന്നാൽ കള്ളന്മാരുടെ പൊടി പോലും ഇല്ല. പിന്നെ ബെല്ല് ഒന്നും നോക്കിയില്ല, കാറും കൊണ്ടങ്ങ് ഇറങ്ങുന്നു. അപ്പോഴാണ് റോട്ടിലൂടെ ഫുള്ള് ഗെറ്റപ്പും മാറ്റി ഒന്നും അറിയാത്തതുപോലെ പെട്ര പോകുന്നത്. ഇതൊക്കെ കണ്ട ബെല്ല് പിന്നെ വിടുവോ? പെട്രയാണെങ്കിൽ വേഗം തന്നെ ആരും അറിയാണ്ടിരിക്കാൻ വേണ്ടി തൊട്ടടുത്ത കടയിൽ കയറുകയാണ്. അവളുടെ കാലിലാണെങ്കിൽ ബുള്ളറ്റ് കൊണ്ടിട്ടുണ്ട് കേട്ടാ. പക്ഷെ അറിയാലോ, ഡ്രഗ് അടിച്ച് കിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ബുള്ളറ്റ് കയറിയതൊന്നും പുള്ളിക്കാരി അറിഞ്ഞിട്ടില്ല. എന്നാൽ ഈ സമയത്താണ് ബെല്ല് അങ്ങോട്ട് വരുന്നത്. വരാന്ന് മാത്രമല്ല 2 അങ്ങ് കൊടുക്കുന്നു. എന്നാൽ ഇങ്ങോട്ടും കിട്ടുന്നുണ്ട് നല്ല മാരക ചവിട്ട്, അതും വയറിനിട്ട്. ഓൾറെഡി ഡിഫ്രാങ്കോടെ ബോഡി ഗാർഡിന്റെ കയ്യിൽ നിന്നും സെയിം സ്പോട്ടിലോട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതിനേക്കാൾ മാരക ചവിട്ടാണ് പെട്ര കൊടുക്കുന്നത്. സോ ഇന്റേണൽ ബ്ലീഡിങ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ ബെല്ല് അവളുടെ ഗണ്ണ് കൊണ്ട് 4 അങ്ങ് കൊടുക്കുന്നു. പെട്രയുടെ പല്ലടക്കം തെറിച്ചു പോകുന്നു. എന്നിട്ട് വേഗം തന്നെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് മിണ്ടാണ്ടിരിക്കാൻ പറയുന്നു. ബാക്കിയുള്ള പോലീസുകാർക്ക് പെട്രേനെ കിട്ടിക്കഴിഞ്ഞാൽ ബെല്ലിന് ഒരിക്കലും സൈലസിനെ കിട്ടാൻ പോകുന്നില്ല. സോ പോലീസുകാർക്ക് അവളെ കിട്ടാണ്ടിരിക്കാൻ ഡിക്കിയിലോട്ടങ്ങ് ഇടുകയാണ് പെട്രേനെ. എന്നിട്ട് പോലീസുകാർക്ക് മുമ്പിൽ നല്ല ഓസ്കാർ പെർഫോമൻസ് ആണ് ബെല്ലങ്ങ് കാഴ്ചവെക്കുന്നത്. പക്ഷെ പോലീസുകാർ പോയതിന് ശേഷം വയറിൻ്റെ മുകളിലൊരു പിടിയുണ്ട്. അത്രയും വേദനയുണ്ട് അവിടെ. അങ്ങനെ ബെല്ല് പെട്രേനെയും കൊണ്ട് പോകുന്നു. മേലുദ്യോഗസ്ഥന്മാരാണെങ്കിൽ മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മോഷണത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട്. പക്ഷെ അങ്ങോട്ടൊന്നും പോവാണ്ട് പെട്രയുടെ അപ്പാർട്ട്മെന്റിലോട്ടാണ് പോകുന്നത്. ഇതിനേക്കാൾ സേഫ് ആയിട്ടുള്ള സ്ഥലം വേറെയില്ല. കുറച്ച് കഴിഞ്ഞാൽ സൈലസ് വിളിക്കും. അപ്പറിയാ അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന്. ഇത് കേട്ടേക്ക് സൈലസ് വിളിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് ബെല്ല്. അപ്പോഴാണ് പെട്ര ഒരു കാര്യം പറയുന്നത്. ബെല്ലേ, നീ അത്ര നല്ലവളല്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒരു പോലീസായിരുന്നിട്ടും പൈസക്ക് വേണ്ടി അത്രയും വെറി കാണിച്ച ഒരാളാണ് നീ. ഇതൊക്കെ കേട്ടിട്ട് ബെല്ലാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. പെട്രയാണേലോ അവളുടെ ഡ്രഗ്സിന് വേണ്ടി കരഞ്ഞോണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരത്തി അത്രയും അഡിക്റ്റ് ആണ്. അങ്ങനെ ഈ സമയത്താണ് സൈലസ് വിളിക്കുന്നത്. പെട്ര, നീ ഇപ്പോൾ സേഫ് ആണല്ലോ അല്ലേ? കുറച്ച് കഴിഞ്ഞാൽ നിന്റെ ഫോണിലോട്ടൊരു ടെക്സ്റ്റ് മെസ്സേജ് വരും. അപ്പറിയാം എപ്പോ എവിടെ എങ്ങനെയെന്ന് എന്നും പറഞ്ഞ് സൈലസ് അങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നു. സോ സൈലസിന്റെ മെസ്സേജിനായി കാത്തിരുന്നേ പറ്റുള്ളൂ. പെട്രക്കാണെങ്കിൽ ഒട്ടും വയ്യ. എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള പോലീസിനെ വിളിച്ച് അവളെ അറസ്റ്റ് ചെയ്യിക്കാനാണ് പെട്ര പറയുന്നത്. പെട്ര അത് ഉടനെ ഉണ്ടാവും എന്നും പറഞ്ഞ് പെട്രയുടെ ഫോണും കൊണ്ട് ബെല്ല് പോകുന്നു. അവൾ അവിടുന്ന് നേരെ പോകുന്നത് ഈത്തനെ കാണാനാണ്. തൻ്റെ ലൈഫിൽ പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റ് ബെല്ല് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നും ഏതാണെന്നും ഞാൻ ഇപ്പം പറയുന്നില്ല, നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. സോ ആ ഒരു തെറ്റ് തിരുത്താൻ ഇതല്ലാണ്ട് വേറെ മാർഗമില്ല. ഈത്തൻ, എൻ്റെ സ്റ്റോറേജ് റൂമിലിരിക്കുന്ന $500,000 ക്യാഷ് കൊണ്ട് നീയും ഷെൽബിയും ഇവിടുന്ന് പോവാൻ നോക്ക്. ഈ സ്ഥലം അവളെ നശിപ്പിക്കും. നിനക്ക് വല്ല പ്രാന്തുണ്ടാ? നമ്മൾ പണ്ടേ തീരുമാനിച്ച കാര്യമില്ലേ ആ പൈസ നമ്മൾ തൊടാൻ പോകുന്നില്ല എന്ന്? ശരിയാണ്, അതിൽ നിന്ന് ഒരു നോട്ട് പോലും ഞാൻ എടുത്തിട്ടില്ല, ഇനി എടുക്കാനും പോകുന്നില്ല. എൻ്റെ ലൈഫ് കൊണ്ട് ഇങ്ങനെയും ഒരു അർത്ഥം ഉണ്ടാവട്ടെ. അറ്റ്ലീസ്റ്റ് ഒരു നല്ല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമല്ലോ. ഇതൊക്കെ കേട്ടിട്ട് ഈത്തൻക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. ഇവരുടെ ലൈഫിൽ ഒരിക്കലും തൊടാൻ ആഗ്രഹിക്കാത്ത കുറച്ച് പൈസയുണ്ട്. അതിൻ്റെ കറക്റ്റ് കണക്ക് പോലും ഇവർക്കറിയില്ല. ഏകദേശം $500,000 വരും. ഒരു പോലീസുകാരിക്ക് എങ്ങനെയാണ് ഇത്രയും പൈസ അറിയില്ല. അങ്ങനെ ബെല്ല് ഈത്തനെ നിർബന്ധിച്ച് ഒരു വിധത്തിൽ സമ്മതിപ്പിച്ചെടുക്കുന്നു. അങ്ങനെ ആ പൈസയും കൊണ്ട് വരാൻ പറയണ ഈത്തൻ. അങ്ങനെ ബെല്ല് റൂമിലോട്ട് പോകുന്നു. ഇപ്പോഴും ഉണ്ട് ഒടുക്കത്തെ വയറുവേദന. കണ്ട പെയിൻ കില്ലേഴ്സൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ബെല്ല്. അപ്പോഴാണ് അവളുടെ പാസ്റ്റ് പിന്നെയും കാണിക്കുന്നത്. അതും ബെല്ലിൻ്റെ പ്രഗ്നൻസിയും. അച്ഛനാരാന്നറിയാലോ, ക്രിസ് തന്നെയാണ്. ആ ഒരു സമയത്ത് അവർ അത്രയും അടുത്തിട്ടുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞ ഒരു പക്ക പ്രണയം. അങ്ങനെ അവിടെ വെച്ച് പാസ്റ്റ് കട്ടായിട്ട് പിന്നെയും പ്രസന്റിലോട്ട് വരുന്നു. ബെല്ല് വേഗം തന്നെ പോകുന്നത് അവളുടെ പൈസ ഇരിക്കുന്ന സ്റ്റോറേജ് റൂമിലോട്ടാണ്. അവിടെ വലിയൊരു ബാഗ് ഉണ്ട്. അതിനകത്താണെങ്കിൽ ഫുള്ള് പൈസയാണ്. ഈ ബാഗ് എന്നാണോ കൊടുന്നു വെച്ച് അതിനുശേഷം ഇന്നേ വരെ തുറന്ന് നോക്കിയിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരു നോട്ട് പോലും എടുത്തിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്നൊരു കാഴ്ച കാണുന്നത്. ആ നോട്ടിൻ്റെ 3/4 ഭാഗവും ഡൈപാക്ക് കാരണം നശിച്ചിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ടാകെ ഞെട്ടിയിരിക്കുകയാണ് ബെല്ല്. പിന്നെ ഈ ഡൈപാക്ക് എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാം. എന്തായാലും ഡൈപാക്കായ പൈസ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി പാവാത്ത പൈസയാണെങ്കിൽ ആകെ കൂടെ $11,000 ഉള്ളൂ. അതുകൊണ്ട് ഈത്തൻക്കും ഷെൽബിക്കും ഒരിക്കലും പുതിയൊരു ലൈഫൊന്നും തുടങ്ങാൻ പറ്റില്ല. സോ ആ പൈസയും കൊണ്ട് നേരെ പോകുന്നത് ജെയ്യിനെ കാണാനാണ്. എന്നിട്ട് ജെയ്ക്ക് ആ പൈസ അങ്ങ് ഓഫർ ചെയ്യുന്നു, തൻ്റെ മകളുടെ ലൈഫിൽ നിന്ന് മാറാൻ പറഞ്ഞിട്ട്. ഈ പണത്തിന്റെ മേളിൽ പരുന്തേ പറക്കാത്തതുള്ളൂ, എന്നാൽ ജെയ് പറക്കാറുണ്ട്. അവൻ ആ പൈസയും വാങ്ങി മകളെ വേണ്ടാന്ന് വെക്കുന്നു. സോ ജെയ്യുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സൈലസിന്റെ മെസ്സേജ് മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ അതിന് മുമ്പായിട്ട് ബെല്ല് ചെയ്ത തെറ്റെന്താണെന്നറിയണ്ടേ? ക്രിസും ബെല്ലും ചേർന്ന് സൈലസിന്റെയും പിള്ളേരുടെയും സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പോരാ അവരെ അറസ്റ്റ് ചെയ്യാനായിട്ട്.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൈലസിന് വലിയൊരു ഓഫർ കിട്ടുന്നത്. പസഫിക് ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്ക്, അവിടെ ഏകദേശം 7 to 10 മില്യൺ ഉണ്ട്, അതങ്ങ് കൊള്ളയടിക്കുക. സോ ഈ മോഷണത്തിന്റെ ഇടയിൽ വേണം സൈലസിനെ ഗ്യാങ്ങിനെ അറസ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ അറസ്റ്റ് ചെയ്യാനുള്ള പ്ലാനുകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്രിസ്. എന്നാൽ അപ്പോഴാണ് ബെല്ല് ഒരു കാര്യം അങ്ങോട്ട് പറയുന്നത്. ക്രിസ്, ഈ മോഷണത്തിന് ശേഷം കിട്ടുന്ന പൈസ നമുക്ക് എടുത്തൂടെ? പോലീസുകാരോട് എന്തെങ്കിലും ഒരു നുണക്കഥ പറഞ്ഞാൽ പോരെ? കള്ളന്മാരെ പിടിക്കാൻ പറ്റിയില്ല, കയ്യിൽ നിന്ന് വഴുതിപ്പോയി, അങ്ങനെ എന്തെങ്കിലും. എൻ്റെ ലൈഫിൽ വെറും ദുരിതം മാത്രം ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ, പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ. ഇതെനിക്ക് ദൈവം തന്ന ചാൻസാ, അതെടുത്തൂടെ നമുക്ക്? പൈസ കിട്ടിയാലുടൻ നമുക്ക് നാടുവിടാം. ഇത് കേട്ടേക്ക് ക്രിസ് ആദ്യം എതിർക്കുന്നുണ്ടെങ്കിലും പിന്നീട് സമ്മതിക്കുന്നു. ലൈഫ് സെറ്റിൽ ആവാൻ ഒരു ചാൻസ് വരുമ്പോൾ ആരായാലും ഇതൊക്കെ തന്നെയാണ് ചിന്തിക്കുക. പക്ഷെ ഇനി എന്തേലും പ്രശ്നം വന്നാൽ, അല്ലെങ്കിൽ സൈലസ് കാരണം ബാങ്കിലുള്ള ജീവനക്കാർക്ക് എന്തേലും സംഭവിച്ചാൽ ഇവർ പോലീസാന്ന് തുറന്ന് പറയുകയും ചെയ്യും. അവന്മാർക്കിട്ട് നല്ല പണിയും കൊടുക്കും, മോഷണത്തുക വേണ്ടാന്നും വെക്കും. അങ്ങനെ ഈ ഒരു കരാറിൽ ക്രിസും ബെല്ലും മുന്നോട്ട് പോകുന്നു. പക്ഷെ അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടാ. അങ്ങനെ മോഷണം തുടങ്ങി. സൈലസും പെട്രയും അർട്ടൂറയും ക്രിസും ബെല്ലും ടോബിയും ഒക്കെ കൂടെ ഫുൾ ഗെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് എല്ലാവരെയും പേടിപ്പിക്കുന്നു. മോഷണം നൈസായിട്ട് അങ്ങ് സക്സസ് ആക്കുന്നു. പക്ഷെ ഓരോ നോട്ട് കെട്ട് എടുത്തു വെക്കുമ്പോഴും സൈലസ് ബാങ്കിലെ ജീവനക്കാരോട് ഒരു 100 പ്രാവശ്യം പറയുന്നുണ്ട് ഡൈ പാക്ക് എടുത്തു വെക്കാൻ പാടില്ല എന്ന്. ഇവർ 2 വണ്ടികളിലായിട്ടാണ് പോയിട്ടുള്ളത്. ഒരു വണ്ടിയുടെ ഡ്രൈവറാണ് ബെല്ല്, മറ്റേ വണ്ടിയിലാണ് ക്രിസ് ഉള്ളത്. ബെല്ലിന്റെ വണ്ടിയിൽ ആകെ കൂടിയുള്ള ടോബി മാത്രമാണ്. അങ്ങേരാണെങ്കിൽ വലിയ ബാഗും കൊണ്ട് വണ്ടിയിൽ കയറി. അവൻ മാത്രമല്ല ബാക്കിയുള്ളവരും. എന്നാൽ അപ്പോഴാണ് സൈലസിന്റെ ബാഗിൽ നിന്ന് ഡൈപാക്ക് അങ്ങ് പൊട്ടിത്തെറിക്കുന്നത്, അതും വയലറ്റ് കളറിൽ. സോ ഇത്രയും നേരത്തെ കഥയിൽ വയലറ്റ് ഡൈപാക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് മനസ്സിലായില്ലേ? എന്തായാലും ഇതൊക്കെ കണ്ട് ദേഷ്യം വന്ന സൈലസ് ബാങ്ക് ജീവനക്കാരിയെ കൊല്ലാൻ പോകുന്നു. ഇൻ കേസ് നടക്കാൻ പാടില്ലാത്ത നടന്ന സ്വന്തം കവർ ബ്ലോൺ ചെയ്ത് ബാങ്ക് ജീവനക്കാരെ രക്ഷിക്കുക. ഇതായിരുന്നു ക്രിസും ബെല്ലും തമ്മിലുള്ള കരാറ്. പക്ഷെ ബെല്ല് ഒരു നിമിഷം പൈസയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതുകൊണ്ട് അവൾ ബാങ്കിലോട്ട് കയറുന്നില്ല. എന്നാൽ ക്രിസ് ആണേലോ സൈലസിന്റെ പിന്നാലെ പോകുന്നു, ഗണ്ണെടുക്കുന്നു. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, സൈലസ് അവനെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നു. അവനെ മാത്രമല്ല, ആ ബാങ്ക് ജീവനക്കാരിനെയും. ഇതൊക്കെ കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബെല്ല്. അങ്ങനെ അവർ മുന്നോട്ട് പോകുന്നു. പക്ഷെ അവരുടെ പിന്നാലെ പോകുന്നില്ല ബെല്ല്. ബെല്ല് വേറെ വഴിക്കാണ് പോകുന്നത്. ഇതൊക്കെ കണ്ടേക്ക് ടോബിക്ക് മനസ്സിലായി ഇവളൊരു പോലീസാണ്. അങ്ങനെ ആ വണ്ടി സ്പീഡിൽ കൊണ്ടുപോയിട്ട് അങ്ങ് ഇടിപ്പിക്കുകയാണ് ബെല്ല്. ബെല്ലിന് സാരമായി പരിക്കേ ഉള്ളൂ. പക്ഷെ ടോബിയുടെ പാതി ഭാഗം തളർന്നു പോകുന്നു. അങ്ങനെയാണ് പുള്ളിക്കാരൻ ആ സ്റ്റേജിലെത്തുന്നത്. അത് മാത്രമല്ല, ബെല്ല് ആ ബാഗ് അങ്ങ് കൈക്കലാക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അലറിപ്പൊളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശേഷം ഒന്നും അറിയാത്തതുപോലെ പോലീസിനെ വിളിക്കുന്നു. ഒരു നിമിഷത്തെ തെറ്റായ തീരുമാനം കാരണം അവൾക്കെല്ലാം നഷ്ടമായി. ഒരു ഗിൽട്ട് ഫീലാണിപ്പോൾ അവളെ ആൽക്കഹോളിൻ്റെ രൂപത്തിൽ കൊന്നുകൊണ്ടിരിക്കുന്നത്. അവൾക്കിപ്പോൾ ആവശ്യം സമാധാനം മാത്രമാണ്. അതിനുവേണ്ടി തന്നെയാണ് സൈലസിനെ കൊല്ലാൻ പോകുന്നതും. പിന്നെ അവളുടെ ബാഗിലും ഉണ്ടായിരുന്നു ഡൈപാക്ക്. പക്ഷെ അത് പൊട്ടിത്തെറിച്ചൊന്നും ബെല്ലറിഞ്ഞിട്ടില്ല. ആ ബാഗ് തുറക്കുന്നത് തന്നെ ഇപ്പോഴാണല്ലോ. സോ ഇനി സൈലസ് മാത്രമാണ് ബാക്കി. പക്ഷെ അവനിലേക്ക് എത്തുന്നതിന് മുമ്പ് ബെല്ലിന് വലിയൊരു മിസ്റ്റേക്ക് തിരുത്താനുണ്ട്, ഷെൽബി. അങ്ങനെ ഷെൽബീനെ കാണാനായിട്ട് ബെല്ലെത്തി. അങ്ങനെ അവർ 2 പേരും കൂടെ തുറന്ന് സംസാരിക്കുന്നു. ബെല്ല് ഇന്നേ വരെ ഇവളെ മര്യാദക്ക് നോക്കിയിട്ടില്ല. സോ മകൾ എങ്ങനെയാണ് ഇത്രയും വഷളായി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ബെല്ല് തന്നെയാണ്. ക്രിസിനെ നഷ്ടപ്പെട്ട് വല്ലാത്തൊരു ജീവിതമാണ് ബെല്ല് ജീവിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്രിസിന്റെ മകളായ ഷെൽബി ജനിക്കുന്നത്. വെറും കുറ്റബോധം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലൈഫായിരുന്നു ബെല്ലിന്റെ. അതുകൊണ്ട് മകളുടെ കാര്യത്തിൽ ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അമ്മ, നമ്മളെക്കുറിച്ചുള്ളൊരു നല്ല മെമ്മറി പോലും എനിക്കില്ല. പക്ഷെ എൻ്റെ 7ാം വയസ്സിൽ നിങ്ങൾ എന്നെ സ്കൂളിലോട്ട് പിക്ക് ചെയ്യാൻ വന്നു, ഒരു ക്യാമ്പിങ്ങിന് പോകാനാന്നും പറഞ്ഞിട്ട്. അതും വലിയൊരു മഞ്ഞുമലയുടെ മുകളിലോട്ട്. എന്നാൽ ശരിയായ ഗിയറില്ലാത്ത കാരണം നമ്മൾ 2 പേരും കുടുങ്ങിപ്പോയി. ആ ഒരു സമയത്ത് നിങ്ങളുടെ മുഖത്ത് വെറും ദേഷ്യം മാത്രമായിരുന്നു. എങ്ങനെ രക്ഷപ്പെടാം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. അപ്പോഴാണ് നിങ്ങളുടെ കാലിലോട്ട് ഞാൻ നോക്കുന്നത്. ഒരു നല്ല ഷൂ പോലും ഇടാണ്ടാണ് നിങ്ങളന്ന് ക്യാമ്പിങ്ങിന് വന്നത്. ഇത്രയും വലിയ മല കയറുമ്പോൾ നല്ല ഗിയർ ഇല്ലാതെ, ഷൂസ് ഇല്ലാതെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് വേറെന്തിനോ വേണ്ടിയിട്ടാണ്. പക്ഷെ എൻ്റെ അമ്മയല്ലേ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അത്രയും ഉറപ്പുണ്ടായിരുന്നു. പിന്നീട് ആരൊക്കെയോ ചേർന്ന് നമ്മളെ രക്ഷപ്പെടുത്തി. പക്ഷെ എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ള ചോദ്യമാണ്, നമ്മൾ എന്തിനാണ് അങ്ങോട്ട് പോയെന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ കുറ്റബോധം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കാനാണ് അന്ന് ആ യാത്ര നടത്തിയത്. ഇതൊക്കെ ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബെല്ല്. അങ്ങനെ ബെല്ല് അവൾക്ക് ക്രിസിനെക്കുറിച്ചും അവളുടെ ലൈഫിനെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഷെൽബി, ഞാനത്ര നല്ലവളല്ല. ഞാൻ നുണ പറഞ്ഞിട്ടുണ്ട്, കട്ടിട്ടുണ്ട്. എൻ്റെ കാരണം നിൻ്റെ അച്ഛനും കുറേ ആൾക്കാരും മരിച്ചിട്ടുണ്ട്. എന്നെപ്പോലെ തെറ്റുകളിലേക്ക് നീ പോകരുത്. ഐ ഡു ലവ് യു എന്നും പറഞ്ഞ് ബെല്ലങ്ങ് പോകുന്നു. ആ സമയത്താണ് സാക്ഷാൽ സൈലസ് അങ്ങ് മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ സൈലസ് അയച്ച ലൊക്കേഷനിലോട്ട് പോവുകയാണ് ബെല്ല്. സിനിമയുടെ ഫസ്റ്റ് സീനിൽ ഒരു ഡെഡ് ബോഡി കണ്ടില്ലേ, അത് കിടന്നിരുന്ന എക്സാക്ട് സെയിം സ്പോട്ടിലാണ് സൈലസിന്റെ ലൊക്കേഷൻ. അങ്ങനെ സൈലസിന്റെ മുന്നിലെത്തി. അവന്റെ ലുക്കാണെങ്കിൽ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. പുള്ളിക്കാരൻ മൊട്ടയടിച്ചിരിക്കുകയാണ്. എന്താണ് ബെൽ, ഞാൻ അയച്ച സാധനം നിനക്ക് കിട്ടിക്കാണുമല്ലോ അല്ലേ? സംഭവം വേറൊന്നുമില്ല, മറ്റേ ഡൈപാക്കൂറിന്റെ നോട്ട് സ്റ്റേഷനിലോട്ട് വന്നല്ലോ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് കണ്ടപ്പോഴാണ് സൈലസ് തിരിച്ചു വന്നു എന്നുള്ള പുള്ളിക്കാരത്തി മനസ്സിലാക്കുന്നത്. അങ്ങനെ സൈലസ് ഓരോന്ന് പറയാനിരിക്കുകയാണ്. പക്ഷെ അതിനൊന്നും സമയം കൊടുക്കാണ്ട് ടെസ്സിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഗണ്ണുകൊണ്ട് പടാന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ കുറച്ച് ഡൈപാക്ക് പറഞ്ഞ നോട്ടുകൾ ഇടുന്നു, ഒപ്പം മേഡർ വെപ്പണായ ഗണ്ണും. കാര്യങ്ങളങ്ങോട്ട് കത്തിയില്ലാന്ന് തോന്നുന്നുണ്ടല്ലേ? ഞാൻ പറഞ്ഞുതരാം. സിനിമയുടെ ഫസ്റ്റ് സീനിൽ കണ്ട ഡെഡ് ബോഡി ഉണ്ടല്ലോ,
മൊട്ടയടിച്ച് പെരടിയിൽ ടാറ്റുള്ള ബോഡി, അത് സാക്ഷാൽ സൈലസിന്റെ ബോഡിയായിരുന്നു. സത്യം പറഞ്ഞ കഥ തുടങ്ങുന്നത് സ്റ്റേഷനിലേക്ക് നോട്ട് വരുമ്പോഴാണ്. അപ്പം തന്നെ മനസ്സിലായി സൈലസ് തിരിച്ചു വന്നു എന്നുള്ളത്. സോ അവനെ കൊല്ലാനായിട്ട് ആർക്കും സംശയം തോന്നാത്ത, സീരിയൽ നമ്പർ പോലും ഇല്ലാത്ത ഒരു ഗൺ ആവശ്യമുണ്ട്. അതിനായിട്ട് നേരെ ടെസ്സിന്റെ അടുത്തോട്ട് പോകുന്നു, ഗണ്ണൊക്കെ പിടിച്ചെടുക്കുന്നു. ശേഷം സൈലസിനെ കണ്ടെത്താനായി ടോബി മുതൽ പെട്രാനെ യൂസ് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞ സിനിമയുടെ ഫസ്റ്റ് സീനിൽ കണ്ട ഷോട്ട് അവസാനത്തെ ഷോട്ടായിരുന്നു. ഏതല്ലേ. അങ്ങനെ സ്പോട്ടിൻ്റെ തൊട്ടടുത്തിരുന്ന ബെല്ല് രാവിലെ തന്നെ സ്പോട്ടിലോട്ട് വരുന്നു, അതും ആടിയാടിയിട്ട്. പക്ഷെ അത് കുടിച്ചുകൊണ്ടല്ല, അവളുടെ വയറിലെ വേദന കാരണമായിരുന്നു. എന്നിട്ടോ ഒന്നും അറിയാത്തതുപോലെ അവിടെ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സീനാണ് സിനിമയുടെ തുടക്കഭാഗത്ത് നമ്മൾ കണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കാറിലിരിക്കുമ്പോഴാണ് എൻറ്റോണി വരുന്നത്. ബെല്ല് അപ്പം തന്നെ ഒരു കവർ അങ്ങ് കൈമാറുന്നു. അതിനകത്ത് പെട്രയുടെ ലൊക്കേഷനും ഉണ്ട്, ഇവളുടെ സ്റ്റോറേജ് റൂമിൻ്റെ താക്കോലും ഉണ്ട്. ആരും അറിയാണ്ടിരിക്കാനാണ് ടെസ്സിൻ്റെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ച്. പക്ഷെ എല്ലാം ചെയ്തതിന് ശേഷം അറിയിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. ബെല്ലിന് ഇനി ആയുസില്ല. അവളുടെ വയറ്റിൽ ചവിട്ട് കൊണ്ടുകൊണ്ട് ഇന്റേണൽ ബ്ലീഡിങ് ആയിട്ടുണ്ട്. സോ എപ്പോൾ വേണേലും മരിക്കാം. പക്ഷെ അതൊന്നും അവൾക്കൊരു പ്രശ്നമേ അല്ല. അവൾക്ക് ആവശ്യം സമാധാനമായിരുന്നു. അതിപ്പോൾ വേണ്ടോളുണ്ട്. ഇങ്ങനെ അങ്ങ് കണ്ണടക്കാൻ പറ്റിയ അതായിരിക്കും അവൾക്ക് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ ഷെൽബീൻ ഓർത്തുകൊണ്ട് അവൾ അങ്ങ് കണ്ണടച്ചു. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.